അനുദിനം യേശുവിനോടൊപ്പം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. യേശു അതുകേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. മർക്കോസ് 2-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ യേശു ലേവി എന്ന ചുങ്കക്കാരനെ വിളിക്കുന്നു. പിന്നീട് യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ചിലർ യേശുവിനോട് ചോദിച്ചു. അതിനുള്ള മറുപടിയായാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. എല്ലാ പാപികളും ആത്മീയമായി ദീനമുള്ളവരാണ്. അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കുവാനാണ് യേശു വന്നത്. രോഗിയെ സഹായിക്കുവാൻ വൈദ്യൻ ആവശ്യമായിരിക്കുന്നത് പോലെ പാപികളെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുവിന് മാത്രമാണ് പാപമെന്ന രോഗത്താൽ വലയുന്നവർക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്നത്. നമുക്കും ആ ആത്മീയ വൈദ്യനായ കർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. റോമർ 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് മനുഷ്യരായ നാം എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യമാണ്. അതിനായി നമ്മുടെ പാപം എന്ന രോഗം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപം എത്ര വലുതായാലും യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അത് തടസ്സമാകേണ്ടതില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു പാപിയെ നിരസിക്കുന്നില്ല. മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നുവല്ലോ എന്ന് കർത്താവ് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എത്ര അകന്നുപോയാലും യേശു നമ്മെ തിരയുന്നു. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാലും യേശു അവനെ ഉപേക്ഷിച്ചില്ല. പരാജയപ്പെട്ട പത്രോസിനെ വീണ്ടും ഉയർത്തി ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചു. സങ്കീർത്തനം 51-ൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാപം മറച്ചു വയ്ക്കുകയല്ല, അത് കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരികയാണ് നാം ചെയ്യേണ്ടത്. പൂർണ്ണതയിലേക്ക് നയിക്കുന്ന യേശുവിനടുക്കിലേക്ക് നമുക്കെന്നും കടന്നു വരാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്ക് ഓർക്കാം. കുറ്റബോധത്തിൽ ഭാരപ്പെട്ടിരിക്കാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. ദൈവം എന്നെ സ്വീകരിക്കുമോ എന്ന് സംശയിക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. നമ്മുടെ സ്വന്തം നീതിയിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. നമ്മെ രക്ഷിക്കാനും ക്ഷമിക്കാനും പുതുക്കാനും വന്ന രക്ഷകനായ കർത്താവിനോട് അടുത്തു വരാം. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നും പാപക്ഷമ പ്രാപിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പാപികളായ ഞങ്ങളെ തേടി വന്ന അങ്ങയുടെ കൃപയ്ക്കും സ്നേഹത്തിനും നന്ദി കർത്താവേ. ഞങ്ങൾ പാപികളും ബലഹീനരുമാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സ്വന്തം നീതിയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ക്രിസ്തുവിൽ പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.
ഗോഡ് ബ്ലെസ് യു.